രവി കിടന്ന് കൂവണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. എടാ മടിയൻ ചങ്കു, എന്റെ തൊട്ട് പിന്നാലെ എത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് നാണമില്ലല്ലടാ. ആസനത്തിൽ വെയിൽ ഉദിക്കുന്നവരെ കിടന്ന് ഉറങ്ങാറുന്നില്ലേ? എന്തിനാ ഈ എക്സസൈസ് എന്ന് പറഞ്ഞ് കെട്ടിയെടുത്തത്? എടാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലായുഗത്തിലെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഇത്തരം ജീവികളുടെ പുറത്ത് കയറി യാത്ര ചെയ്തിരുന്നു. ശരിയാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! മോട്ടോർ വാഹനങ്ങൾ, എയറോപ്ലെയിൻ, റോക്കറ്റ്, എന്തിന് ഇന്ത്യ പൊക്രാനിലെ ന്യൂക്ലിയർ ബോംബ് വരെ പൊട്ടിച്ചില്ലടാ. എന്നിട്ടും ഈ കോവറുകൾ ഇതിനെ പുറത്ത് കയറി കൊച്ചു വെളുപ്പാൻ കാലത്ത് അതിനിട്ട് ഇങ്ങനെ തേരാപാര ഓടിക്കുന്നത് ഇതൊരു മാതിരി പ്രിമിറ്റീവ് ഏർപ്പാടാ. എടാ, എക്സസൈസിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്. അല്ലേലും നിനക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോടാ. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ഡെന്നീസ്, നാക്കിനെ തള്ളി പറയരുത്. മാർക്ക് ആന്റണി എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഒരൊറ്റ പ്രസംഗം കൊണ്ടാ അങ്ങനെ റോമാക്കാരെ മുഴുവൻ തിരിച്ചുവിട്ടത്. അത് മാർക്ക് ആന്റണി, ഇത് വെറും നാക്ക് ആന്റണി. എടാ, എന്റെ റാംബോ നിന്നെ പോലൊരു മടിയനായി പോവല്ലോടാ. ഒരു 2 റൗണ്ട് അതിന്റെ പുറത്ത് റൈഡ് ചെയ്തേച്ചെങ്കാ ഞാൻ പോവാ. ഓ, ആ കുതിര എന്ത് മഹാപാപമാണോ ചെയ്തത്. 1 കിൻഡൽ വെയിറ്റാ പകേന്. പോണത് കണ്ടില്ലേ? ഒരു കുതിര, അതിന്റെ പുറത്ത് വേറൊരു കുതിര. Bethlehem Estates. ഹലോ, ഒരു കൊറിയർ ഉണ്ട്. ഹലോ, ഒരു നമസ്കാരം ഉണ്ട്. ഒരു കൊറിയർ ഉണ്ടെന്ന്. ആ, നമസ്കാരം ഉണ്ടെന്ന്. ഇതല്ലേ ബദലഹേം എസ്റ്റേറ്റ്? പുറത്ത് ബോർഡ് വെച്ചിരിക്കണ കണ്ടില്ലേ? അതെനിക്ക് മനസ്സിലായി. ഇതിനെ ബദലഹേം എസ്റ്റേറ്റ് നല്ല പേരിടുണ്ട്. വല്ല ഗാഗുൽത്താമലാന്ന് കേട്ടണം. എന്തൊരു കയറ്റോടോ, മനുഷ്യന്റെ ഊപ്പാടളി. ഒരുപാട് അളിയോ? തന്നെ ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ? പിന്നെ ഈ കൊറിയർ അവിടെ നിന്ന് നടന്നു വരൂ. ആരേ രവിശങ്കർ? അയാൾ മോനായി. പണ്ട് മോളായിരുന്ന? എടോ, എന്റെ അച്ഛന് മോനായി, അപ്പൊ ഞാൻ മോനായി. വെരി ഗുഡ്. ഞാൻ ഈ രവിശങ്കർ ആരാന്ന് ചോദിച്ചത്. താൻ ആദ്യം ഞാൻ ആരെന്ന് മനസ്സിലാക്കി, പിന്നല്ലേ രവിശങ്കർ. അതെനിക്ക് മനസ്സിലായി. ആ ചായക്കടക്കാരൻ ചെക്കൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു കരിമന്തി ഇവിടുത്തെ കാര്യസ്ഥനം. കരിമന്തി ആ ചായക്കടക്കാരന്റെ തന്തയാ. അപ്പൊ നിങ്ങളുടെ മോനാ ചെക്കൻ? എടോ കൊറിയേ, അയാൾ മോനായി, മാനേജർ ഓഫ് ബദലഹം എസ്റ്റേറ്റ്. എന്തോ വാഴക്കാലങ്ങളാട്ടെ. ഇതങ്ങോട്ട് ഒപ്പിട്ട് ഈ സാധനം വാങ്ങിക്കും. എന്തത്? ഇത് അങ്ങനെ ഇവിടെ വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. രവിശങ്കർ, ബദലഹേം എസ്റ്റേറ്റ്, ചന്ദ്രഗിരി. ഈ അഡ്രസ് കറക്റ്റ് അല്ലേ? അഡ്രസ് കറക്റ്റ് ആണ്, പക്ഷെ ആള് കറക്റ്റ് അല്ല. ഈ രവിശങ്കർ അതിനെ എനിക്ക് വല്ല ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരനോട് വിളി, ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തോളാം. എടോ, ഈ ഫാം എന്റെ ബോസ് മിസ്റ്റർ ഡെന്നി സാറിന്റെയാ. ഈ പറഞ്ഞ രവിശങ്കറും ഡെന്നി സാറും തമ്മിൽ കേട്ടതൊക്കെയാലും ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് വരുന്ന പാർസൽ മുഴുവൻ 2 കൈ നീട്ടി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിനകത്ത് വല്ല ബോംബാണെങ്കിലോ? ബോംബാണെങ്കിൽ പൊട്ടുമറിയല്ലോ. നിന്റെ ചേട്ടത്തിനെ പൊട്ടിച്ചാൽ നിനക്ക് മനസ്സിലാവട്ടെ, ഞാൻ പൊട്ടിച്ചാന്ന്. ഇതെന്ത് പൂച്ചാരിനെ കരണേട്ടാ? അപ്പൊ ചത്തിട്ടില്ല. ഞാനാ വളവിലെ കട്ടറിൽ വീണപ്പോ ചത്തെന്ന് വിചാരിച്ചേ. എന്താ മോനെ, ആരാ? സാറേ, ഇയാള് കാലത്ത് തന്നെ വന്നെന്തോ ചൊറിയാണെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്തോ ചുറ്റിക്കളി കേസാ. എന്താടോ? സാർ, ഐ ആം ഫ്രം ഡയാന കൊറിയർ. ഒരുപാട് ദൂരം യാത്രയാണ് സാർ ഞാൻ വരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഏരിയയിൽ സർവീസ് ഇല്ല. ഇത് സോണൽ ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്കും അവിടെ നിന്ന് സബ് ഓഫീസിലേക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വന്ന കേസാണ് സാർ. ഈ പൂച്ചക്കുട്ടി ജീവനോട് എത്തിക്കണമെന്ന്. ബൈ ഗോഡ്സ് ഗ്രേസ് ഇതിനോട് എത്തിക്കണം സാർ. വാവ്, കിറ്റൻ. മൈ ഗുഡ്നസ്, ഇതാർക്കാ? മിസ്റ്റർ രവിശങ്കറിന്. മോനായി പറഞ്ഞ കേക്ക്. രവി സാറിന് പട്ടിയുടെ രൂപത്തിലും പൂച്ചയുടെ രൂപത്തിലും ഓരോ സാധനങ്ങൾ വരുന്നത്. ഇത് ഏറ്റെടുക്കേണ്ട അവസാനം പുലിവാലാവും. ഇതെങ്ങനെയാണ് പുലിവാലാവുന്നത്? ഇത് പൂച്ചവാലല്ലേ? ഇത് ഞാൻ പിടിച്ചോളാം. ആരെടുത്ത് ചോദിച്ചിട്ടായി ഗൗൺ എടുത്തിട്ട്? ഇന്നലെ രാത്രി തണുപ്പുണ്ടായ സംശയം, അതുകൊണ്ട് എടുത്തിട്ടാ. നീ അയാൾക്ക് ഒരു 100. ഓക്കെ, 150. ഇല നക്കി പട്ടിയുടെ കിരുനക്കല്ലേട്ടാ. ഇലയിലും എല്ലാം നക്കാണ്ടായിട്ട് വേണ്ട നിന്റെ കിരി നക്കാൻ.